രാകേഷ്, അപ്രതീക്ഷിതമായിരുന്നു കൂടിക്കാഴ്ച. ജി സുധാകരനെ വീട്ടിലെത്തി കാണുകയായിരുന്നു കെ സി വേണുഗോപാൽ. നേതാക്കൾ പറയുന്നത് ഇത് സൗഹൃദ സന്ദർശനം ആണ് എന്നാണ്. എന്നാൽ അങ്ങനെയാണോ? ഇത് വെറും സൗഹൃദ സന്ദർശനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒതുക്കാവുന്ന കാര്യമല്ല വിനീത. പ്രത്യേകിച്ച് CPM-ൽ രൂപപ്പെടുന്ന ആശയക്കുഴപ്പങ്ങൾ, അസ്വാരസ്യങ്ങൾ, അതൃപ്തർ ഇവരെല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP-യും കോൺഗ്രസും അത്തരത്തിലുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിലായി നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമായി തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. പ്രത്യേകിച്ച് സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന സമയത്ത് തന്നെ CPM-ലെ ജില്ലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജി സുധാകരനുള്ള അതൃപ്തി അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. പ്രത്യേകിച്ച് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചില്ല. ഒപ്പം തന്നെ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാവിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അതിന് ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള യാതൊരു ചോദ്യങ്ങളോടും അദ്ദേഹം കാര്യമായ തരത്തിലുള്ള യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനുശേഷം കെ സി വേണുഗോപാലും സൗഹൃദ സന്ദർശനം എന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. 75 വയസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു കാരണമല്ല. രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായിട്ട് അലയേണ്ടുന്ന ഒരാളല്ല ജി സുധാകരൻ എന്ന് പറഞ്ഞു വെക്കുന്നു M ലിജു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നു. സ്നേഹത്തിൻ്റെ കട തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് നൽകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ നീക്കമായി തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനുള്ള ഒരുക്കത്തിനായി പ്രത്യേകിച്ച് CPM-ലെ അസംതൃപ്തരെ പല ഭാഗങ്ങളിലായി ക്രോഡീകരിപ്പിക്കാനുള്ള നീക്കങ്ങൾ BJP-യിലും കോൺഗ്രസിലും സജീവമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് വിനീത. ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി, നേരത്തെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ CPM-ലെ അതൃപ്തർക്ക് സ്വാഗതം എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അത് ജി സുധാകരനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, അതൃപ്തർക്ക് ആർക്കും കടന്നു വരാം എന്നൊരു സ്വാഗതം പറച്ചിൽ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായി. ജി സുധാകരൻ അത് തള്ളുന്നുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കമായി നമ്മൾ ഇതിനെ വിലയിരുത്തണോ? പ്രത്യേകിച്ച് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലൊക്കെ ജി സുധാകരനെ ക്ഷണിക്കാത്തൊരു സാഹചര്യമുണ്ട്. നിരന്തരം പാർട്ടിക്കെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ജി സുധാകരൻ. എന്താണ് കോൺഗ്രസിന്റെ ലക്ഷ്യം? വിനീത, ജി സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിനെ പരസ്യമായി സ്വാഗതം ചെയ്യാൻ കോൺഗ്രസിനാകില്ല. അതിൽ ഒരു അനൗചിത്യമുണ്ട്. മാത്രമല്ല, സുധാകരന്റെ മനസ്സ് അറിയുകയുമില്ല. സുധാകരൻ വരുന്നൊരു സാഹചര്യമുണ്ടോ അതൊന്നും അറിയുകയുമില്ല. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കടന്നു വരികയാണെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇത്രത്തോളം വേരോട്ടമുള്ളൊരു ജില്ലയിൽ കോൺഗ്രസിന് ഹരിപ്പാട് സീറ്റ് മാത്രമാണ് അവിടെയുള്ളത്, ജില്ലയിൽ നിലനിർത്താനായിട്ടുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ 11,200 വോട്ടുകൾക്കാണ് അന്ന് M ലിജു പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പ് 2016-ലാകട്ടെ 23,000-ന്റെ ഭൂരിപക്ഷമെന്ന് CPM-നുണ്ടായിരുന്നു. അന്ന് അതിൽ ഭൂരിപക്ഷം CPM-ന് കുറഞ്ഞ സമയം മുതൽ ഇതിൽ അസ്വാരസ്യം CPM-നുള്ളിലുണ്ട്. അതിൽ ജി സുധാകരൻ പഴി കേട്ടിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരന്റെ കടന്നുവരവ് കോൺഗ്രസിലേക്കാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയെ ഉണർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആകമാനമുണ്ടാകും, പൊതുവെ കേരളത്തിലും. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനെ പോലെ മുതിർന്ന ഒരു നേതാവ് കടന്നു വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അടുത്ത 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അസ്വാരസ്യത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതൃപ്തരായി മാറി നിൽക്കുന്ന CPM വോട്ടുകൾ മൊബിലൈസ് ചെയ്യിപ്പിക്കാൻ ജി സുധാകരന്റെ കടന്നുവരവ് ഇടയാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ജി സുധാകരൻ കടന്നു വരുമോ എന്നറിയാതെ പരസ്യമായ ഒരു സ്വാഗതം പറച്ചിൽ ഏതായാലും കോൺഗ്രസ് നടത്തില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൂടുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ ആയിരിക്കും വിനീത.